ഇതെന്തു പറ്റി? ആകെ ഒരു വല്ലായ്മ. ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നതാ. ഒന്നുമില്ല, നല്ല സുഖം തോന്നണില്ല. ഞാൻ കുറച്ച് കഷായം എന്തെങ്കിലും എടുക്കട്ടെ? ഒന്നും വേണ്ട, താനേ മാറിക്കോളും. കുരുക്കളെ, 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 എന്താടാ? ആ പെണ്ണിനോട് വീടോ ഞാൻ പറഞ്ഞിട്ട് ഓൾ ഒയ്യുന്നില്ല. നീയാണ് ഇതിനൊക്കെ കാരണം. അവളെ ഇറക്കി വിടാൻ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ? അതും ഞാൻ പറഞ്ഞു നോക്കി, കേൾക്കണില്ല. ഓള് കേൾക്കണമില്ല. ആരിറക്കി വിട്ടാലും പോണ പ്രശ്നമില്ല എന്നാ പറഞ്ഞേ. അവൾ അങ്ങനെ പറഞ്ഞോ? ആ, എന്നാലതൊന്നും അറിയണമല്ലോ. നിന്നോടും ആ കിഴവനോടും ഇന്ന് നേരം വെളുക്കുമ്പോഴേക്കും വീട് ഒഴിഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. രണ്ടാമതൊരിക്കൽ കൂടി പറയുന്ന ശീലം ആലഞ്ചേരിക്കാർക്കില്ല. അറിയാം. തമ്പ്രാക്കന്മാരിൽ ഒരാൾ പറഞ്ഞാൽ മറ്റൊരാൾക്കും രണ്ടാമത് ആലോചിക്കേണ്ടി വരില്ലെന്നറിയാം. പിടിച്ചു പുറത്താക്കണവളെ. തൊട്ടുപോലെ തന്നെ പിടിച്ചു പുറത്താക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാം. നിനക്ക് എന്താണ് ഇനി അറിയാനുള്ളത്? നിങ്ങൾ തന്നെയല്ലേ എന്നോട് ആദ്യം പറഞ്ഞത് രണ്ട് തമ്പ്രാക്കന്മാരുടെ തീരുമാനം ഒന്നാണെന്ന്? അതിലാർക്കും സംശയം വേണ്ട. എന്റെ തീരുമാനം തന്നെ അവന്റെ. അല്ല, ആ തമ്പുരാൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമ്പുരാനോട് ചോദിച്ചു നോക്ക്. അവിടുന്ന് പറയട്ടെ, എങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങിത്തരാം. അപ്പോ അറിയാലോ ആരുടെ വാക്കാ വരുതെന്ന്. തമ്പ്രാക്കന്മാരുടെ വലിപ്പച്ചെറുപ്പത്തെ കുറിച്ചൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഇനി നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ പിന്നെ ഈ കര പോലും കാണാമെന്ന് കരുതണ്ട. വാടാ. അല്ല, ഗുരുക്കളല്ലയാ വരുന്നത്? എന്താ ചെന്നപ്പാ? താൻ ആ പെണ്ണിനോട് വടക്കേ പറമ്പിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞോ? അതെ, പറയേ. താൻ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. എങ്കിൽ എന്തിനു വേണ്ടി? എനിക്കറിയണം എന്താലോചിച്ചിട്ടാ താനെ തീരുമാനം പറഞ്ഞതെന്ന്. തനിക്കിത് എന്ത് പറ്റിയടോ? ഞാനും താനും കൂടാണ് ആ കുട്ടിയോട് ഇറങ്ങി പോകാൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് മാറ്റി പറയേണ്ടി വന്നു. കാരണം ഇപ്പോഴാരും എന്നോടൊന്നും ചോദിക്കരുത്. കാരണങ്ങളൊന്നും എനിക്കറിയണ്ട. പക്ഷെ താനും ഓർത്തോ, എനിക്കും തനിക്കും ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ ഇതുവരെ. ഇപ്പൊ താനതും മറന്നു അല്ലേ? സന്തോഷമായിടോ. വാടാ പോവാം. അല്ല, അത് ഞാൻ പറയുന്നൊന്ന് കേൾക്കുക. വാടാ. ഇതിനായിരുന്നോ രാവിലെ മുതൽ ഈ ഇരിപ്പിരുന്നത്? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. എല്ലാരും കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കേണ്ടിരിക്കുക. ജയക്കുട്ടിയോ? ഗുരുക്കൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്കറിയാം. എന്നാലും ഒരാപത്ത് വരുമ്പോൾ ശത്രുത എല്ലാം മറന്ന് അന്വേഷിച്ച് വരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമല്ലേ? വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഗുരുക്കൾ ചാത്തുക്കുട്ടിയായിട്ട് ആ പെണ്ണിന്റെ കാര്യത്തിൽ തെറ്റിയത് ഉൾപ്പെടെ. അല്ല, അയാളെ ഞാൻ കുറ്റം പറയല്ല. തന്നെയല്ല, നിങ്ങൾ ഇപ്പൊ ചെയ്തത് ശരി എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനിത് പ്രതീക്ഷിച്ചതാ. ഇപ്പോഴാ അവൻ അവന്റെ തനി സ്വരൂപം ശരിക്കും പുറത്ത് കാണിച്ചത്. ജയക്കുട്ടി ഇതുവരെ വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ പുര കത്തുമ്പോ വാഴ വെട്ടുക എന്ന് വിചാരിക്കരുത്. അല്ല, എന്നെപ്പറ്റി അങ്ങനെ കരുതില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പറയാ, ഭാഗവതർക്കെതിരായിട്ട് എന്ത് സഹായം വേണമെങ്കിലും ഗുരുക്കൾക്ക് എന്നോട് ആവശ്യപ്പെടാം. ആ, താൻ എനിക്ക് എന്ത് സഹായവും ചെയ്യുമോ? സംശയം എന്തിരിക്കുന്നു? എന്തും എന്തും. പക്ഷേ എനിക്ക് അതിനൊരു പ്രതിഫലമൊക്കെ വേണം. പണത്തിന്റെ കാര്യമല്ലെന്ന് അറിയാലോ. എങ്കിൽ തനിക്ക് ഞാൻ ഇപ്പൊ തന്നെ പ്രതിഫലം തരാം. പുര കത്തിക്കാതെ തന്നെ വാഴ വെട്ടാനും അറിയാം മാലഞ്ചേരിക്കാർക്ക്. തനിക്ക് തമ്പ്രാക്കന്മാരെ തമ്മിലടിപ്പിക്കണം അല്ലേ? തമ്പ്രാക്കന്മാരുടെ പ്രശ്നം തമ്പ്രാക്കന്മാർ പരിഹരിച്ചോളാം. അതിനൊരുത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല. പിടിച്ചു പുറത്താക്കണ ഈ നെറുകെട്ടവനെ. അയാളുടെ ഒരു ഉപദേശം ഇനി പ്രദേശം കണ്ടുവരുത്. നമസ്കാരം. കുരുക്കൾ മർമ്മം നോക്കിയൊന്നും തന്നെങ്കിലും റൈറ്റർക്ക് അത്യാവശ്യം നാട്ടുമരുന്നറിയാവുന്നത് കൊണ്ട് അതൊരു രക്ഷയായി അല്ലേ? താൻ എന്ത് പോക്കാടും അവിടെ നിന്ന് ഇറങ്ങി പോന്നത്? നിക്ക,
നിക്ക, ഞാൻ പറയുന്ന ഒന്ന് കേക്ക. വേണ്ട, ചെറിയ കാര്യങ്ങൾ അതെന്തായാലും എന്നെ നോവിക്കും, പ്രത്യേകിച്ചും തൻ്റെ അടുത്തുനിന്നാകുമ്പോ. താൻ വിചാരിക്കുന്നത് പോലെ അതൊരു ചെറിയ കാര്യമല്ല. പണ്ട് ഒരുപാട് കുരുത്തക്കേടുകൾ ചെയ്തിട്ടില്ലേ നമ്മള്? അതിലൊന്ന് സ്വൈരക്കേടായി തിരിച്ചു വന്നിരിക്കുന്നു. ആ, കാർത്തൂരെ ഓർമ്മയില്ലേ തനിക്ക്? കാർത്തു, താൻ എന്തൊക്കെയായി പറയുന്നേ? ഒക്കെ പറയാം, ഇവിടെ വെച്ചല്ല. താൻ വരിക, വരിക. താനീ പറയുന്നത് സത്യമാണോ? സത്യം. ഇനി അല്ലാൻ തനിക്ക് പറയാൻ പറ്റുമോ? അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ചോ താൻ? കാർത്തുവിന്റെ നോട്ടം അവളുടേത്. എന്റെ മുഖത്ത് നോക്കി മോളാണെന്ന് അവൾ പറഞ്ഞപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റിയില്ല. എന്താ കാര്യം? അത് സത്യമായതുകൊണ്ടാ. കാർത്തൂനെയും അവളുടെ അച്ഛനെയും അമ്മ രായിക്കരാമനും നാട് കടത്തുമ്പോ അവൾ തന്റെ കുട്ടിയെ വയറ്റി ചുമക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷെ ആ കുട്ടി തിരിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ എങ്കിൽ കാർത്തു എവിടെ? അത് ഞാൻ ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയായിരുന്നു എനിക്ക്. ഇതൊരു കള്ളക്കഥയായിട്ടേ ഞാൻ കാണൂ. ചന്തപ്പൻ, ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കുക. നമുക്ക് മാത്രം അറിയാവുന്ന 10-25 വർഷം മുമ്പുള്ള ഒരു കഥ അവൾ എങ്ങനെ അറിഞ്ഞു? അന്ന് അങ്ങ് ഒരു കയ്യബദ്ധം എനിക്ക് പറ്റി എന്നുള്ളത് നേരാ. ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പി പറ്റിയ അബദ്ധത്തെക്കുറിച്ച് വേണ്ടുവോളം പശ്ചാത്തപിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരൊറ്റ കാരണത്താൽ അമ്മയുമായിട്ട് തെറ്റേണ്ടി വന്നില്ലേ? പിന്നുണ്ടായതൊക്കെ തനിക്കും അറിയാലോ. ഇനി അവള് പറയണതൊക്കെ സത്യമാണെന്ന് വെക്കുക. എങ്കിൽ അവളുടെ വരവിന്റെ ലക്ഷ്യ നമുക്കറിയേണ്ടത്. താൻ എന്തൊക്കെ പറഞ്ഞാലും ഇത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. ഇനി നാളെ വേറൊരാള് ഇങ്ങനൊരു കഥയും പറഞ്ഞു വന്നാല് ഞാൻ അതും വിശ്വസിക്കണോ? എന്തായാലും എനിക്ക് സ്വൈരയില്ല. ദേവകി അറിഞ്ഞാലത്തെ കാര്യ ഞാൻ ആലോചിക്കണേ. തന്റെ മനസ്സാകെ ചഞ്ചലപ്പെട്ടിരിക്കുക ഇപ്പോ. ആദ്യം എനിക്ക് അവളെ ഒന്ന് കാണണം, സത്യം അറിയണം. താനും എന്നോടൊപ്പം വന്നേ പറ്റൂ, എന്നിട്ട് മതി തീരുമാനങ്ങള്. എന്റെ അമ്മയെ വെറും കൈയോടെ കൂരിരുട്ടിലേക്ക് ഇറക്കി വിടുമ്പോ തോന്നാത്ത സ്നേഹവും വികാരപ്രകടനവും ഒക്കെ ഇപ്പൊ എവിടെ നിന്നുണ്ടായി നിങ്ങൾക്ക്? മറുപടി ഉണ്ടാവില്ല. വലിയ അഭിമാനികളായിരുന്നല്ലോ ആലഞ്ചേരിക്കാര്. കെട്ടില്ലമ്മ ഉറഞ്ഞു തുള്ളി കൽപ്പന പുറപ്പെടുവിച്ചപ്പോ സ്നേഹത്തിന്റെ കഥകളൊക്കെ തമ്പുരാനങ്ങ് മറന്നു. ഇരുട്ടിൽ വല്യച്ഛന്റെ കൈയും പിടിച്ച് തപ്പിത്തടഞ്ഞ് പാടം കടന്നുപോയ കാർത്തു പറഞ്ഞ ആ പാവം പെണ്ണിന്റെ കണ്ണീര് കാണേണ്ടി വരില്ലോ എന്നോർത്ത് തമ്പുരാക്കന്മാരങ്ങ് ആശ്വസിച്ചു അല്ലേ? നിർത്ത. കഥകളൊക്കെ ആർക്കും ഉണ്ടാക്കാം, പക്ഷെ സത്യമായിരിക്കണം. നീ പറഞ്ഞതൊക്കെ സത്യമാണെന്നതിന് എന്താ തെളിവ്? ഇതൊക്കെ സത്യമായിരുന്നു എന്ന് മരിച്ചുപോയ എന്റെ അമ്മയ്ക്ക് ഒരിക്കലും ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്കതൊക്കെ ഒരു വെറും ഓർമ്മ മാത്രമാണ്. എന്നെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. എനിക്ക് 14 വയസ്സുള്ളപ്പോ മുത്തശ്ശനും. അപ്പൊ കൂടെയുള്ള മുത്തച്ഛനോ? എല്ലാരും നഷ്ടപ്പെട്ടപ്പോ എന്നെ എടുത്തു വളർത്താൻ അങ്ങനെ ഒരാളെങ്കിലും ഉണ്ടായി, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. പക്ഷെ അതിനൊക്കെ എന്താ തെളിവ്? തെളിവുകളുണ്ട്. കഴിഞ്ഞു പോയതൊക്കെ ഓരോന്നായി ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതൊക്കെ ഒന്ന് കാണാനും കേൾക്കാനും തമ്പുരാന്മാർക്ക് കനിവുണ്ടാവണം. ഈ പുഴക്കരയിൽ വെച്ചാണ് തമ്പുരാൻ കാർത്തൂനെ ആദ്യം കാണുന്നത്. ഒരടിയാത്തി പെണ്ണിന്റെ തമ്പുരാനെ സ്നേഹിക്കാൻ അവകാശമില്ലെന്ന് അവള് പറഞ്ഞപ്പോ തമ്പുരാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവെന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്തത്. നേരല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അല്ല, ആദ്യം നിങ്ങളെല്ലാം നിഷേധിച്ചതല്ലേ? അപ്പൊ സത്യം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോഴോ? ഈ കൽപ്പടവുകളിലായിരുന്നു തമ്പുരാൻ എന്നും കാർത്തൂനെ കാത്തിരിക്കാറ്. അപ്പുറത്ത് കാവലിരിക്കുന്ന ഈ തമ്പുരാനെ കണ്ട് ഇതുവഴി വരുന്നവർ ദൂരെ നിന്ന് തന്നെ വഴിമാറിപ്പോവും. ആലഞ്ചേരിക്കാരുടെ തിരുവായിക്ക് എതിർവായില്ലാത്ത കാലമായിരുന്നല്ലോ അത്. അപ്പൊ തമ്പുരാൻ കാർത്തൂന് രാഗങ്ങൾ വിസ്തരിക്കും. ഒന്നും മനസ്സിലാവാതെ ആ പാവം ഈ കണ്ണുകളിലേക്ക് നോക്കി ആവശ്യപ്പെട്ടു, എനിക്ക് ഒന്നുകൂടി പാടി കേൾക്കണം. അന്ന് തമ്പുരാൻ പറഞ്ഞു, ഇതാണ് ശ്രീരഞ്ജിനി രാഗം, ഇതങ്ങനെ എപ്പോഴെപ്പോഴും പാടാൻ പറ്റില്ല എന്ന്. ഇനിയുമുണ്ട് തെളിവുകൾ. ഇവിടെ നിങ്ങൾ ഒരിക്കലും മറക്കാനിടയില്ല. ഈ വരമ്പത്ത് വെച്ചാണ് കാർത്തൂനെ നിങ്ങൾ അവസാനമായി ഒറ്റയ്ക്ക് കണ്ടത്. കെട്ടിലമ്മ കഥകളൊക്കെ അറിഞ്ഞു വന്ന കാലം. അന്നും സംരക്ഷകനായി നിങ്ങളുണ്ടായിരുന്നു. തന്റെ വയറ്റിൽ തമ്പുരാന്റെ കുഞ്ഞു വളരുന്നുണ്ടെന്ന് പറയാൻ അവക്ക് പേടിയായിരുന്നു. എന്നിട്ടും അവളത് പറഞ്ഞപ്പോ തമ്പുരാൻ എന്താ പറഞ്ഞത്? ആരെതിർത്താലും നിന്നെ നിന്റെ കുട്ടിയെ ഞാൻ സ്വീകരിക്കാന്ന്. അന്ന് ആ വാക്ക് നിങ്ങൾ വേഗം മറന്നു കളഞ്ഞു. പോട്ടെ, കുറ്റം ആരുടേതെങ്കിലും ആവട്ടെ. ഇന്ന് കാർത്തുമില്ലല്ലോ, അതുകൊണ്ട് അവളെ സ്വീകരിക്കുകയും വേണ്ടല്ലോ. പകരം തമ്പുരാന്
ഈ മകളെ സ്വീകരിക്കാൻ പറ്റുമോ? എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു വെറും വാക്കെങ്കിലും പറഞ്ഞൂടെ? എന്നോട് ക്ഷമിക്കൂ കുട്ടി. ഞാൻ ചെയ്തതൊക്കെ തെറ്റാ, എനിക്കറിയാം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. അല്ലെന്ന് വേണമെങ്കിൽ സ്ഥാപിച്ചോളൂ, ശപിച്ചോളൂ. പക്ഷേ അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ, ഒന്നും നിഷേധിക്കുന്നില്ല. നീ ആലഞ്ചേരിയിലെ കണ്ണിയാണെങ്കിൽ അവിടുത്തെ മകളായി തന്നെ വളരും. അതേടോ, എന്നും നമ്മൾ രണ്ടാൾക്കും ഒരേ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ ആവട്ടെ. തൽക്കാലം ഇക്കാര്യം ആരും അറിയണ്ട. പറയേണ്ട സമയം വരുമ്പോ ഞങ്ങൾ പറയും. പക്ഷെ ഇപ്പോ ആരും അറിയണ്ട്. ഞാനൊരു ആഗ്രഹം ചോദിച്ചോട്ടെ? എന്താ കുട്ടി? ഞാനൊന്ന് എന്തായാലും പറഞ്ഞോളൂ. ഞാനൊന്ന് അച്ഛാന്ന് വിളിച്ചോട്ടെ? എന്റെ കുട്ടി. എന്താടാ വിളിച്ചു പോകണത്? അറിഞ്ഞോ? എന്ത്? ആലഞ്ചേരി തമ്പ്രാനൊരു മോളുണ്ട്. എന്ത് വിവരക്കേടാ നീ പറയണത്? സത്യ റൈറ്ററെ, അടക്കേപ്പറമ്പ് താമസിക്കുന്ന ആ പെണ്ണ് റൈറ്ററെ മോളാ. അല്ല, ഭാഗവതരുടെ മോളാ. നേരാണോടാ നീ പറയണത്? ആ, ഭാഗവതരും ഗുരുക്കളും ആ പെണ്ണും കൂടി പറയുന്നത് ഞാൻ ചെവി കൊണ്ട് കേട്ട്. അവള് കാർത്തു എന്ന് പറഞ്ഞ പെണ്ണില് ഭാഗവതർക്കുണ്ടായ മോളാ. കൊള്ളാം കൊള്ളാം. എനിക്ക് അന്നേ അറിയാമായിരുന്നു. ആ മുതുക്കിത്തള്ള കാർത്തൂനെ കൊണ്ട് നാട് കടത്താൻ പോയപ്പോ എന്നെങ്കിലും അവളും കൊച്ചും തിരിച്ചു വരും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? പറയാമേടാ, പോലീസുകാരുടെ ഈ തോക്കുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. വെടി വെക്കണമെങ്കിൽ കളക്ടറുടെ ഓർഡർ വേണ്ടേ? കലക്ടർ ഓർഡർ? ആ, എങ്കിൽ ഞാൻ ഇതാ ഓർഡർ തന്നിരിക്കുന്നു. ഇനി നീ പോയി നാട്ടുമ്പുറത്തെല്ലാം ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഇതങ്ങോട്ട് പ്രചരിപ്പിക്കുക. അപ്പം കാണാം കാക്കക്കൂട്ടി കല്ലിട്ടമാരി തമ്പ്രാക്കന്മാർ ഇളകി വരുന്നത്. വരട്ടെ വരട്ടെ വരട്ടെ. എന്റെ ദേവി, ഞാൻ എന്തൊക്കെയായി കേക്കണേ? കരക്കാരൊക്കെ എന്തൊക്കെയാ പറയുന്നത് അറിയാം അമ്മയ്ക്ക്. നാട്ടിൽ കൂടി ഇറങ്ങിയെടുക്കാൻ വയ്യാണ്ടായി. ഇന്നലെ ഒരുത്തനെ എന്റെ മുഖത്തൊക്കെ ചോദിക്കുക, ആലഞ്ചേരിക്കാരെല്ലാരും അറിഞ്ഞോണ്ടുള്ള നാടകം വരുന്നില്ലെന്ന്. അത് കേട്ടപ്പോ തൊലിയുലിഞ്ഞു പോയി. ഞങ്ങൾക്ക് അറിയേണ്ടത് ആ പെണ്ണ് ഞങ്ങളുടെ ആരാണെന്നാ. ഒന്ന് പതുക്കെ പറയേ, അച്ഛൻ കേട്ടാലേ മറുപടി ഇപ്പൊ തന്നെ കിട്ടും. എന്റെ ഭഗവാനെ, ഒരു പെണ്ണില്ലായിരുന്നു ഈ തറവാട്ടിൽ. ഒരു പെണ്ണ് വന്നപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാ ഉണ്ടായത്. എനിക്കിതൊന്നും കേൾക്കാൻ വയ്യേ. ഇനിയുടെ എന്തൊക്കെയാ ഉണ്ടാവാന്ന് ആർക്കറിയാം. പണിക്കാർക്ക് കൂലി കൊടുത്തോ? അതെ, ബുക്കിൽ എഴുതിയോ? നിക്ക, തനിക്കെന്താ ഒരു ഗൗരവം പോലെ? ഒന്നുമില്ല. അല്ല, എവിടേക്കാ ഈ പോണത്? പറ, എന്താ ഉണ്ടേ? ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷേ ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. ദേവിയെ കേട്ടതൊക്കെ സത്യമാണ്. ആരോടും, നിന്നോട് പോലും ഞാൻ പറയാതിരുന്ന കഥയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. പറ്റിപ്പോയി, ആകെ തകിടം മറിഞ്ഞുപോയി. ഇനിയിപ്പോ താൻ എന്നോട് ക്ഷമിക്കാതെ നിവൃത്തിയില്ല. കാരണം ആ കുട്ടിയെ പെരുവഴിയിൽ ഇറക്കി വിടാൻ എനിക്ക് പറ്റുമോ? താൻ പറ. ഇവിടത്തെ ഒരു വാക്കിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. ആദ്യം കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി. ഇപ്പൊ ഞാൻ അതൊക്കെ മറന്നു. എത്രയായാലും മീര ഇവിടെ വളരേണ്ട കുട്ടിയല്ലേ. ഹാവൂ, തന്റെ നാവിന്ന് ഇത്രയും പറഞ്ഞു കിട്ടിയല്ലോ. മതി, എനിക്കിത് മതി. ആകെ ഉണ്ടായിരുന്ന ഒരു പേടി, അതും ഇപ്പൊ മാറി കിട്ടി. ഇനി എല്ലാം ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. ഒക്കെ ശരിയാവും. ഇത്രയും കാലം ആലഞ്ചേരിയിൽ ഒരു പെൺകുട്ടി ഇല്ലായിരുന്ന ദുഃഖവും ഇപ്പൊ തീർന്നല്ലോ. മേരിയോട് പറയണമെന്ന് പലതവണ ആലോചിച്ച കാര്യമാണ്. തന്നെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഇത്രയൊക്കെ പറയാൻ എന്താ ഉണ്ടായി ഉണ്ണി? ഉണ്ടായിട്ടുണ്ട്. ആലഞ്ചേരിയിൽ മാത്രമല്ല, എന്റെ മനസ്സിലും.
കളിയും തമാശയും പറയല്ല. എനിക്ക് മീരെ ഇഷ്ടമാണ്. പക്ഷെ ഉണ്ണി, അച്ഛൻ അറിയുമ്പോ? ആരും പറയണം, ഞാൻ കാര്യാക്കണില്ല. എനിക്കറിയേണ്ടത് മീരയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് മാത്രം. ഇഷ്ടാന്ന് കേൾക്കാനല്ലേ ഉണ്ണി കാത്തിരിക്കുന്നത്? ഇഷ്ടാണ്, ഒരുപാട് ഇഷ്ടാണ്. സമാധാനമായി. പിന്നെ ചോദിക്കുന്നുണ്ട് വേറൊന്നും വിചാരിക്കരുത്. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. നാട്ടുകാർ ഓരോ കഥകളൊക്കെ പറയുന്നുണ്ട്. അച്ഛന്മാര് മറുപടി വിട്ട് പറയണില്ല. എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ. അയ്യോ തമ്പുരാൻ. തറവാട്ടിലേക്ക് വരിക.